ഹായ് ഓൾ അസ്സാം വലൈക്കും വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. അപ്പോൾ എന്തെല്ലാം വിശേഷം? എല്ലാവർക്കും സുഖമല്ലേ? ഇന്നലത്തെ വീഡിയോൻ്റെ കണ്ടിന്യൂഷനായിട്ടുള്ള പാർട്ട് 2 ആണ്. നമ്മൾ വയനാട് റിസോർട്ടിൽ ഫ്രണ്ട്സായിട്ട് പോയ വിശേഷങ്ങളാണ്. അതിൻ്റെ സെക്കൻഡ് പാർട്ടാണ്. നമ്മളിപ്പോൾ അവിടെ എത്തിയത് വരെയുള്ള ഭാഗമായിരുന്നു ഫസ്റ്റ് പാർട്ടിലുണ്ടായത്. അത് കാണാത്തവരൊന്ന് പോയിട്ട് കാണുക. അപ്പോൾ നമ്മളവിടെ എത്തി. നമ്മളെ നിസ്കാരവും കാര്യങ്ങളൊക്കെ കഴിഞ്ഞ് ആണുങ്ങന്മാരെല്ലാം പള്ളിയിലൊക്കെ നിർത്തി നിസ്കരിച്ചിട്ടുണ്ടായിന്. അപ്പോൾ നമ്മൾ കുറേ കുട്ടികളെല്ലാം ഉള്ളതുകൊണ്ട് എല്ലാവരും കൂടി ഇവിടെ വന്ന് ഇവിടുന്ന് നമ്മൾ പ്രയറും കാര്യങ്ങളെല്ലാം കഴിഞ്ഞ് അങ്ങനെ കുട്ടികൾ വന്ന പാടെ തന്നെ പൂളിലേക്ക് പോകാൻ റെഡി ആയിട്ടുണ്ട്. അങ്ങനെ നമ്മളെല്ലാവരും കൂടി പൂൾ ഏരിയയിലേക്ക് പോക്കാന്ന്. അപ്പോൾ അവിടുന്ന് നമ്മൾ റൂമിൻ്റെ എല്ലാം കുറച്ച് ജസ്റ്റ് അടുത്ത് തന്നെയാണ് പൂളൊക്കെ. അതുകൊണ്ട് കുട്ടികൾ വേഗം പോയിട്ടുണ്ടായിന് അങ്ങോട്ടേക്ക്. അങ്ങനെ നന്നായിട്ട് കുട്ടികൾ പൂളിൽ കുളിക്കുകയും എൻജോയ് ചെയ്യുകയെല്ലാം ചെയ്യുന്നുണ്ട്. അവർ പരമാവധി നന്നായിട്ട് മുതലാക്കുന്നുണ്ട്. അങ്ങനെ ആ കുട്ടികളെ കുളിയും ഇതൊക്കെ കഴിഞ്ഞ് ആണുങ്ങൾ ജെൻസും എല്ലാവരും ഇറങ്ങി. അങ്ങനെ അതിന് ശേഷം നമുക്ക് കുട്ടികൾക്ക് ഡ്രസ്സൊക്കെ ചേഞ്ച് ചെയ്ത് കൊടുത്തിട്ട് അവരെ പാർക്കിലാക്കിയിട്ട് നമുക്ക് പോകാമെന്നാണ് പറഞ്ഞത്. അങ്ങനെ അതൊക്കെ കഴിഞ്ഞ് എന്നടുത്ത നമ്മൾ ഊഴാന്ന്. അപ്പോൾ നമ്മൾ പൂളിലേക്ക് ഇറങ്ങാൻ വേണ്ടി പോക്കാന്ന്. നമ്മളും അവിടെ പരമാവധി യൂസ് ചെയ്തിട്ടുണ്ടായിന്. നമ്മളടിച്ച് പൊളിച്ച് നല്ല റീൽസും കാര്യങ്ങളെല്ലാം എടുത്ത് നന്നായിട്ട് വെള്ളത്തിലൊക്കെ കളിച്ച് തിരിച്ച് നമ്മൾ റൂമിലേക്ക് എത്തിയിട്ടുണ്ട്. കുട്ടികളെ പാർക്കിലെല്ലാം സെറ്റാക്കി കഴിഞ്ഞ് നമ്മളെ കുളിയെല്ലാം കഴിഞ്ഞ് നമ്മൾ വന്നിട്ട് നമ്മളും കുറച്ച് സമയം അവിടെ ഇരുന്ന് കുറച്ച് ഊനാലെല്ലാടി ഒന്ന് നമ്മളതായിട്ടുള്ള ടൈം ഒന്ന് സ്പെൻഡ് ചെയ്യാൻ വേണ്ടിയിട്ട് വന്നതാണ്. അവർ ചായക്കൊക്കെ ഓർഡർ കൊടുത്തിട്ടുണ്ട്. ചായയും കടിയെല്ലാം വരുമ്പോഴത്തേക്ക് നമ്മൾ കുറച്ച് ജസ്റ്റ് ഒന്ന് ഇവിടെ ഊനാലിലൊന്ന് ഇരുന്ന് ഒന്ന് ആടി അവിടെ ഒന്ന് റിലാക്സ് ചെയ്ത് ഇരിക്കാന്ന് പറഞ്ഞിട്ട് അങ്ങനെ നമ്മളും വന്നിട്ടുണ്ട്. അങ്ങനെ കുട്ടികൾ എപ്പോഴും കളിക്കൽ തന്നെയാണ്. ഇനിയിപ്പോൾ അവർ ചായ കൊണ്ടിരുന്നവരെ അവരെ കളി നടന്നോട്ടെ എന്ന് വെച്ചിട്ട് നമ്മൾ വിളിച്ചിട്ടില്ല. അങ്ങനെ അവർ കളിക്കുന്നുണ്ട്. അങ്ങനെ നമ്മൾ ഊനാലിലിരുന്ന് അങ്ങനെ അവിടെ പാർക്കിൽ പോയി കുറച്ച് സമയം ഇരുന്നിട്ട് നമുക്ക് എല്ലാവർക്കും കൂടി ഒന്ന് സൊറ പറയാമെന്ന് പറഞ്ഞിട്ട് നമ്മളവിടെ പോയിരുന്നതാണ്. അങ്ങനെ നമ്മളതായിട്ടുള്ള കുറച്ച് നല്ല ടൈം സ്പെൻഡ് ചെയ്ത് കുറച്ച് ഫോട്ടോസും കാര്യങ്ങളെല്ലാം എടുത്ത് നന്നായിട്ട് നമ്മൾ എൻജോയ് ചെയ്തിട്ടുണ്ട്. പിന്നെ നമ്മൾ ഭയങ്കര ഒരു കമ്പനിയാണ്. നമ്മൾ ഫ്രണ്ട്സ് എന്ന് പറഞ്ഞാൽ ഹസ്ബൻഡുമാർ മുഖേനയാണ് നമ്മൾ ഫ്രണ്ട്സ് ആയതെങ്കിലും അവരെക്കാൾ കൂടുതൽ നമുക്കൊരു ഭയങ്കര അറ്റാച്ച്മെൻറ്റും നമ്മൾ കൂടിയാൽ നല്ല രസമാണ്. എല്ലാവരും നല്ല ഒരേ വൈബുള്ള ആൾക്കാരാണ്. അപ്പോൾ എല്ലാവരും വർത്താനവും കാര്യങ്ങളും റീൽസ് എടുക്കലെല്ലാം ആയിട്ട് നല്ല സെറ്റാണ്. അപ്പോൾ അതെല്ലാം കഴിഞ്ഞ് ചായ കുടിക്കാനുള്ള ടൈമായിട്ടുണ്ട്. അപ്പോൾ ഇവിടെ ചായയെല്ലാം കഴിക്കാൻ ഒരു ചെറിയ ഹട്ട് പോലെ അവർ സെറ്റ് ചെയ്തിട്ടുണ്ട്. അവിടത്തേക്ക് ചായയും ഉള്ളിവടയും ഫ്രഞ്ച് ഫ്രൈസ് എല്ലാം കൊണ്ടുവന്ന്. അപ്പോൾ കുറേ സമയം കളിച്ചുകൊണ്ട് തന്നെ ഉച്ചക്ക് നേരത്തെ ഫുഡ് കഴിച്ചതല്ലേ, കളിച്ചുകൊണ്ട് തന്നെ കുട്ടികളെല്ലാം നല്ലോണം വിശന്നിട്ടുള്ളത്. നമ്മളും അതെ. അങ്ങനെ നന്നായിട്ട് എല്ലാവരും ചായയും സ്നാക്സ് എല്ലാം കഴിച്ച് വയറെല്ലാം നിറച്ച് പിന്നെ നമ്മൾ മഗ്‌രിബ് നിസ്കരിക്കാൻ വേണ്ടിയിട്ട് റൂമിലേക്ക് പോയി എല്ലാവരും. അപ്പോൾ എല്ലാവരും നിസ്കാരം കഴിഞ്ഞിട്ട് വരാമെന്ന് പറഞ്ഞിട്ട് അവരവരെ റൂമിലേക്ക് എല്ലാവരും പോയിട്ടുണ്ട്. ഇവിടുത്തെ ഒരു നൈറ്റ് വ്യൂ എന്ന് പറയുന്നത് നല്ല അടിപൊളി വ്യൂ ആണ്.
നല്ല ലൈറ്റിങ്ങും കാര്യങ്ങളെല്ലാം ആയിട്ട് നന്നായിട്ട് അവർ സെറ്റ് ചെയ്തിട്ടുണ്ട്. ക്രിസ്മസ് ആയതുകൊണ്ട് തന്നെ ക്രിസ്മസിൻ്റെ ഒരു റെഡ് ആൻഡ് ഗ്രീൻ തീമിലും ലൈറ്റും കാര്യങ്ങളെല്ലാം കൊടുത്തിട്ട് സെറ്റാക്കിയിട്ടുണ്ട്. റിസോർട്ട് മൊത്തത്തിലൊന്ന് തിളങ്ങി കിടക്കുന്നുണ്ട്. രാത്രിയാണ് ഇവിടുത്തെ ശരിക്കുള്ള വ്യൂ, അടിപൊളിയായിന്. അപ്പോൾ നമ്മൾ ഫുള്ളായിട്ടൊന്ന് ഞാനൊന്ന് വീഡിയോ എടുക്കലാണ് ഇതിൻ്റെ ലൈറ്റും കാര്യങ്ങളെല്ലാം ഇങ്ങനെ കണ്ടുകൊണ്ട്. അങ്ങനെ കുറച്ച് സമയം കഴിഞ്ഞിട്ട് നമ്മൾ പിന്നെ മേലയിലെ ആക്ടിവിറ്റി ഏരിയ ഉണ്ട് മേലയിൽ. അപ്പോൾ ജിമ്മും പിന്നെ കുറച്ച് നമുക്ക് ആക്ടിവിറ്റീസ് എല്ലാം ചെയ്യാൻ വേണ്ടിയിട്ട് കുറച്ച് ഒരു ഏരിയ അവർ സെറ്റാക്കിയിട്ടുണ്ട്. ഗെയിംസും ചെറിയ ഇൻഡോർ ഗെയിംസും കാര്യങ്ങളെല്ലാം ആയിട്ട്. അപ്പോൾ അവിടെ പോയി കുറച്ച് സമയം ചില്ല് ചെയ്യാമെന്ന് വെച്ചിട്ട് എല്ലാവരും അടുത്തേക്ക് പോയി ക്യാരംസ് എല്ലാം കളിക്കുകയെന്ന്. അങ്ങനെ നമ്മളെല്ലാവരും ഓരോരോ ഗ്യാങ്ങായിട്ട് ഓരോരോ ഗെയിംസിലെല്ലാം സെറ്റായി. കുട്ടികളും അതെ, നമ്മളും അതെ. അപ്പോൾ അങ്ങനെ അതൊക്കെ കഴിഞ്ഞ് വന്നേരം അവരെ വിളിക്കാൻ വന്നിട്ടുണ്ട്. താഴെ ക്യാമ്പ് ഫയർ സെറ്റ് ചെയ്തിട്ടുണ്ട്, നിങ്ങൾ താഴേക്ക് വന്നിട്ട്. അപ്പോൾ ഒരുപാട് താഴെ പോകണം. നമ്മൾ ചെക്ക് ഇൻ ചെയ്യാൻ പോയ ആ സ്ഥലത്തേക്കാണ് പോകേണ്ടത്. അപ്പോൾ ഇവിടെ നമ്മൾ മേലേന്ന് സ്റ്റെപ്പ് ഉണ്ട് താഴത്തേക്ക്. അങ്ങനെ കുറേ സ്റ്റെപ്പെല്ലാം ഇറങ്ങിയിട്ടാണ് അങ്ങ് താഴെയാണ് ഇത് സെറ്റാക്കിയിട്ടുള്ളത്. അപ്പോൾ അതിൻ്റെ അടുത്ത് തന്നെ ആയിട്ടാണ് ഫുഡ് കോർട്ടും കാര്യങ്ങളെല്ലാം ഉള്ളത്. അപ്പോൾ നമ്മളിതാ താഴത്തേക്ക് പോക്കാന്ന്. താഴത്തുനിന്നേ സോങ്ങിൻ്റെ സൗണ്ട് ഇങ്ങനെ കേൾക്കുന്നുണ്ട്. നല്ല DJ എല്ലാം വെച്ചിട്ടുണ്ട്. അപ്പോൾ കുട്ടികൾ നമ്മളാക്കാണി മുന്നേ വേഗം ഓടിയിട്ടുണ്ടായിന്. നമ്മൾ പോകുമ്പോഴത്തേക്ക് അവർ ഡാൻസ് എല്ലാം സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. പിന്നെ നമ്മളും കൂടി ജോയിൻ ചെയ്ത് നമ്മൾ ഡാൻസ് എല്ലാം കളിച്ച് നല്ല അടിപൊളി DJ സോങ് എല്ലാം വെച്ചിട്ടുണ്ടായിന്. പക്ഷേ കുറച്ച് കഴിഞ്ഞപാടും മഴ നമ്മളെ ചതിച്ച് കുറച്ച് കഴിഞ്ഞപാട് തന്നെ മഴ വന്ന്. അപ്പം മഴ വന്നുകൊണ്ട് നമ്മളെ ചെറിയ കുട്ടികളെല്ലാം ഉള്ളതുകൊണ്ട് പിന്നെ നമ്മളവിടെ നിന്നിട്ടില്ല. തീയൊക്കെ കെട്ടുപോയി. അങ്ങനെ കുറച്ച് സമയം എന്നാലും നമ്മൾ എൻജോയ് ചെയ്തിട്ടുണ്ടായിന്. അപ്പോൾ ഇവിടെ എല്ലാം ക്രിസ്മസിൻ്റെ തീമിൽ ലൈറ്റിങ്ങും കാര്യങ്ങളെല്ലാം കൊടുത്ത് മൊത്തത്തിൽ സെറ്റാക്കി എടുത്തിട്ടുണ്ടായിന്. അപ്പോൾ ക്രിസ്മസ് ട്രീയും ഡിയറൊക്കെ ഉണ്ടായിന്. അങ്ങനെ നമ്മളിങ്ങനെ സൗണ്ട് കേൾക്കുന്നുണ്ട്, കുട്ടികൾ അവിടുന്ന് എൻജോയ് ചെയ്യുന്ന സൗണ്ട്, നല്ല സോങ്ങെല്ലാം കേൾക്കുന്നുണ്ട്. അങ്ങനെ നമ്മളും കൂടി അവിടത്തേക്ക് പോയിട്ട് അവിടെ ഒന്ന് ചില്ലാക്കാമെന്ന് വിചാരിച്ച്. ഡാൻസ് എല്ലാം കളിച്ച് ക്ഷീണിച്ച് നമ്മളങ്ങനെ ഫുഡ് കഴിക്കാൻ വേണ്ടി വന്നിട്ടുണ്ട്. ഫുഡ് നമ്മൾ അവിടുത്തെ റെസ്റ്റോറൻറ്റിൽ തന്നെ ഓർഡർ കൊടുക്കുകയാണ് ചെയ്തത്. ന്യൂഡിൽസ്, ഫ്രൈഡ് റൈസ്, പൊറോട്ട, പിന്നെ കറി, ചിക്കൻ ഫ്രൈ അങ്ങനെയൊക്കെ ഓർഡർ ചെയ്തിട്ടുണ്ട്. അതിന് ഓരോരുത്തർ അവർക്ക് വേണ്ടുന്ന ഓർഡർ ചെയ്ത് കഴിച്ച് അങ്ങനെ പിന്നെ രാവിലെ ആയിട്ടുണ്ട്. രാവിലെ തന്നെ നല്ല ബാണാസുര ഡാമിൻ്റെ കാഴ്ചകളെല്ലാം കണ്ട് നല്ലൊരു വ്യൂ വേനും. കുട്ടികൾ പിന്നെ എപ്പോഴത്തെയും പോലെ തന്നെ പാർക്കിലേക്ക് ഓടി. അവരെ കളിയിലാണ് പ്രധാനമായിട്ട് കോൺസെൻട്രേറ്റ് ചെയ്തിട്ടുള്ളത് ഇവിടെ വന്നതിൻ്റെ ഉദ്ദേശം തന്നെ. അപ്പോൾ അവർ കളിക്കാൻ വേണ്ടി പോയി. കുറച്ച് കുട്ടികൾ വലിയ ആൺകുട്ടികളൊക്കെ പൂളിലേക്ക് ഇറങ്ങാനും പോയിട്ടുണ്ടായിന്. അങ്ങനെ ആണുങ്ങന്മാരൊക്കെ ഇവിടെ നിന്ന് ഇങ്ങനെ അവർ വർത്താനമൊക്കെ പറഞ്ഞ് ജസ്റ്റ് ഒന്ന് മോർണിംഗ് വ്യൂ എല്ലാം എൻജോയ് ചെയ്യലാന്ന്. അങ്ങനെ നമ്മളൊന്ന് ജസ്റ്റ് റീൽസും കാര്യങ്ങളെല്ലാം എടുത്ത് കുറച്ച് ഫോട്ടോസെല്ലാം എടുത്ത് അങ്ങനെ നമ്മളും പിന്നെ എൻജോയ് ചെയ്യലാന്ന്. അപ്പോൾ താഴെ ബ്രേക്ക്ഫാസ്റ്റ് റെഡി ആയിട്ടുണ്ട് എന്നിട്ട് അവർ വിളിക്കാൻ പറഞ്ഞിട്ടുണ്ടായിന്. അങ്ങനെ നമ്മൾ ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാൻ വേണ്ടി താഴത്തേക്ക് പോക്കാന്ന്. രാത്രിക്ക് ക്യാമ്പ് ഫയർ സെറ്റ് ചെയ്ത ആ സ്ഥലത്ത് തന്നെയാണ് ബ്രേക്ക്ഫാസ്റ്റും സെറ്റ് ചെയ്തിട്ടുണ്ടായത്. അപ്പോൾ ബുഫേ ആണ്. അപ്പോൾ താഴത്തെ വില്ലയിലുള്ള ആൾക്കാരും എല്ലാവരും കൂടി ഒന്നിച്ചിട്ടാണ് അവിടെ ബ്രേക്ക്ഫാസ്റ്റ് സെറ്റ് ചെയ്തത്. അതുകൊണ്ട് തന്നെ കറക്റ്റ് ടൈമിന് സ്റ്റാർട്ട് ചെയ്യും, വേഗം തന്നെ വന്നോ എന്ന് പറഞ്ഞിട്ടുണ്ടായിന്. അതുകൊണ്ട് നമ്മളെല്ലാവരും കൂടി താഴത്തേക്ക് പോക്കാന്ന്. അങ്ങനെ നമ്മളിതാ താഴെ എത്തി. അവിടെ വാട്ടർമെലൺ ജ്യൂസും പിന്നെ കോൺഫ്ലേക്സും പാലും പിന്നെ ബ്രെഡ്, ജാം, ബട്ടർ, ഫ്രൂട്ട്സ് ഇതെല്ലാം ഉണ്ടായിരുന്നു.
പിന്നെ നമ്മൾ നാടൻ അപ്പം, ഓംലേറ്റ്, പുട്ട്, കടലക്കറി, സാമ്പാർ, ചട്നി എല്ലാ ഐറ്റംസും ഉണ്ടായിന്. ഫുഡെല്ലാം നല്ല ടേസ്റ്റ് ഉണ്ടായിന്, നല്ല ചൂടും ഉണ്ടായിന്, നല്ല കോഫിയും ചായയും എല്ലാം ഉണ്ടായിന്. അങ്ങനെ നമ്മൾ ഫുഡെല്ലാം നല്ല ആസ്വദിച്ചിട്ടുണ്ട്, നല്ല അടിപൊളിയായിട്ട് കഴിച്ചിട്ടുണ്ട്. നല്ല സർവീസ് ചെയ്യുന്നു അവർ. നമ്മളെ കൂടെ തന്നെ ഉണ്ടായിരുന്നവരെല്ലാവരും, സ്റ്റാഫൊക്കെ നമുക്ക് എടുത്തു തരാനും നമ്മളെ ഇരുത്താനും ടേബിൾ അറേഞ്ച് ചെയ്ത് തരാനൊക്കെ അവർ നമ്മളെ കൂടെ തന്നെ ഉണ്ടായിട്ടുണ്ടായിന്. അങ്ങനെ നമ്മളെ ഫുഡ് അടിയെല്ലാം കഴിഞ്ഞിട്ട് പിന്നെ നമ്മൾ പറഞ്ഞ് സ്റ്റെപ്പ് കയറണ്ട, ഇവിടെ സൈഡിലൂട്ട് വേറൊരു റോഡ് പോലെ ഉണ്ട്, അതിലൂട്ട് പോകാമെന്ന് പറഞ്ഞിട്ട് അങ്ങനെ നമ്മൾ മുറ്റത്ത് ഇറങ്ങിയതാണ്. അപ്പോൾ അതാ ഡാം ഇങ്ങനെ കാണുമ്പോൾ നല്ല ഭംഗിയുണ്ടായിന്. അപ്പോൾ നമ്മൾ കുട്ടികളും നമ്മളെല്ലാവരും കൂടി നടക്കലാണ്. ഇനിയിപ്പോൾ ഒരു പരിപാടിയുമില്ല. ഡ്രസ്സെല്ലാം ചേഞ്ച് ചെയ്തിട്ട് റൂമിലേക്ക് പോയിട്ട് മാറ്റിയിട്ട് നമ്മളെ പാക്കിംഗ് എല്ലാം ചെയ്യണം. 11 മണിയാകുമ്പോഴത്തേക്ക് നമുക്ക് ചെക്ക് ഔട്ടാണ്. അപ്പോഴത്തേക്ക് നമ്മളെല്ലാം പാക്കിംഗ് എല്ലാം ചെയ്യണം. അങ്ങനെ നമ്മളിതാ റൂമിലേക്ക് പോക്കായി. കുട്ടികളെല്ലാം പൂളിൻ്റെ സൈഡിലുള്ള നമ്മളെ മക്കളെല്ലാം. അപ്പോൾ അവരെ പോയി അവിടുന്ന് കൊണ്ടുവന്ന് എല്ലാവരെയും ഡ്രസ്സെല്ലാം കുളിപ്പിച്ച് ഡ്രസ്സെല്ലാം ചേഞ്ച് ചെയ്ത് കൊടുത്തിട്ട് പോക്കാന്ന്. അങ്ങനെ എല്ലാവരും ഫോട്ടോ, ഡ്രസ്സൊക്കെ ചേഞ്ച് ചെയ്ത് ഫോട്ടോയും കാര്യങ്ങളെല്ലാം എടുത്തിട്ട് പിന്നെ നമ്മൾ കപ്പിൾ ഫോട്ടോസും ഫാമിലി പിക്കും എല്ലാം എല്ലാവരും ഫോട്ടോസ് എടുത്തിട്ട് പോക്കാണ്. ഇന്നലെ മുതൽ ഇന്ന് ഈ സമയം വരെ എല്ലാവരും എൻജോയ് ചെയ്തിട്ട് 10-32 ആൾക്കാരെ ബായ് ഫ്രം വയനാട് സിൽവർ ഗ്രേഞ്ച്. അപ്പോൾ നമ്മളെ എല്ലാവരെയും ഫോട്ടോസെല്ലാം എടുത്ത് തന്നത് ഇവരാണ്. അപ്പോൾ ഇവിടുത്തെ സ്റ്റാഫെല്ലാം നല്ല അടിപൊളിയായിരുന്നു, നല്ല സ്റ്റേയും കാര്യങ്ങളെല്ലാം സെറ്റായിന്. ഇനി നമ്മൾ നേരെ എവിടെയെങ്കിലും ഇങ്ങനെ ജസ്റ്റ് ഒന്ന് ചുറ്റിക്കറങ്ങാന്നുള്ള ഇതിലങ്ങനെ പോകുന്നതാണ്. അപ്പോൾ നമ്മൾ ഫസ്റ്റ് തന്നെ പോയത് ബാണാസുര ഡാമിൻ്റെ അടുത്തേക്കാണ്. പക്ഷെ നമ്മൾ പെട്ട് പോയിട്ടുണ്ടായിരുന്നു. സീസൺ ടൈം നമുക്ക് ഏറ്റവും റിസോർട്ടിൽ സ്റ്റേ അടിക്കാന്നല്ലാണ്ട് പുറത്ത് വേറെ എവിടെയും പോയാലൊന്നും നടക്കില്ല. അങ്ങനെ നമ്മൾ അവിടുന്ന് കയറാണ്ട് പിന്നെ ഉച്ച പള്ളീൻ്റെ ടൈമായി, പള്ളി പോയി എല്ലാവരും വെള്ളിയാഴ്ചേനും നിസ്കാരമെല്ലാം കഴിഞ്ഞ് പിന്നെ അടുത്തൊരു ഹോട്ടലുണ്ട്, അവിടുന്ന് ഫുഡ് കഴിക്കാൻ എന്നിട്ട് അങ്ങനെ അവിടെ കയറിയിട്ടുണ്ട്. അങ്ങനെ അവിടുന്ന് ഫുഡെല്ലാം കഴിച്ചിട്ട് നമുക്ക് നേരെ എന്നൂരിലേക്ക് പോകാം എന്ന് പറഞ്ഞിട്ട് അങ്ങനെ അവിടത്തേക്ക് പോകാമെന്നുള്ളതിൽ അങ്ങനെ നിൽക്കുന്നു. അപ്പോൾ പോയ പാടന്നെ അതാ വെൽക്കം ഡ്രിങ്ക് എല്ലാം കിട്ടി. പിന്നെ നമ്മൾ മന്തി അതിന് ഓർഡർ ചെയ്തിന്. അങ്ങനെ മന്തിയെല്ലാം കഴിച്ച് പിന്നെ നമ്മൾ നേരെ എന്നൂരിലേക്ക് പോകാൻ എന്നിട്ട് അങ്ങനെ പോകാൻ വേണ്ടി നിൽക്കുകയാണ്. നമ്മൾ എന്നൂരിലേക്ക് പോയപ്പോൾ അവിടെ സുപ്രീം കോടതി ജഡ്ജി വരുന്നതുകൊണ്ട് തന്നെ അവിടെ വിസിറ്റേഴ്സിനെ അലൗഡ് അല്ല, പ്രീ ബുക്കിംഗ് ചെയ്തവരെ മാത്രമേ അലൗ ചെയ്യുന്നുള്ളൂ. അങ്ങനെ നമ്മളെ പ്ലാൻ മാറ്റി നമ്മൾ പൂക്കോട്ട് തടാകം ബോട്ടിങ്ങിന് പോകാൻ വേണ്ടിയിട്ട് അവിടത്തേക്ക് വന്നിട്ടുണ്ട്. പക്ഷെ നമ്മളെ ഇന്നത്തെ ദിവസം ഫുള്ളായിട്ട് ഫ്ലോപ്പ് ചെയ്യുന്നു. നമ്മൾ അവിടെ പോയി നോക്കുമ്പോഴത്തേക്ക് അവിടെ ഭയങ്കര ക്യൂ ആണ് ടിക്കറ്റ് എടുക്കാൻ വേണ്ടിയിട്ട്. നമ്മൾ ഇത്രയും കുട്ടികൾ ഇത്രയും ഫാമിലിയൊക്കെ അവിടെ കുറേ ടൈം നിന്നിട്ടാകുമ്പോൾ പിന്നെ നമ്മൾ എന്തായാലും ഒരു 6 മണിയെല്ലാം ആകുമ്പോഴത്തേക്ക് ബോട്ടിങ് അവിടെ നിർത്തുകയും ചെയ്യും. അപ്പോൾ നമ്മളവിടെ ഇത്രയും സമയം ക്യൂ നിന്ന് ടിക്കറ്റ് എടുത്തതിന് ഫലം ഉണ്ടാവില്ല. അതുകൊണ്ട് തന്നെ നമ്മൾ ആടുന്നും വിട്ട് ആടുന്ന് ജസ്റ്റ് ഇതാ കുറേ കുരങ്ങന്മാരിലുണ്ട്. അപ്പോൾ കുരങ്ങൻ നമ്മളെ കുട്ടികളെ കൈമലുള്ള മിഠായിയൊക്കെ വാങ്ങിയിട്ട് കഴിക്കുന്നുണ്ട് പിടിച്ചേറ്റിയിട്ട്. അങ്ങനെ പിന്നെ നമ്മൾ ആടുന്നും വിട്ട് അതിൻ്റെ സൈഡിലുള്ള കുറച്ച് ഉപ്പിലിട്ടൊക്കെ വിൽക്കുന്ന ഷോപ്പുണ്ട്. ഉപ്പിലിട്ടത് പിന്നെ മോര് പായസം, മുളയരി പായസമെല്ലാം കൊടുക്കുന്ന കടയുണ്ട്. ആടുന്ന് എല്ലാവരും അങ്ങനത്തെ ചെറിയ ചെറിയ ഉപ്പിലിട്ടതും മോരും അങ്ങനെയെല്ലാം കഴിച്ചിട്ട് പോകാമെന്ന് പറഞ്ഞിട്ട് അങ്ങനെ കഴിക്കലാണ്.
അങ്ങനെ നമ്മൾ ഇന്നത്തെ ദിവസത്തിൻ്റെ ഏതാണ്ട് തീരുമാനമായിട്ടുണ്ടായിന്. നമ്മൾ എവിടെ പോക്കും നടക്കൂല, കാരണം സീസൺ ടൈം ആയതുകൊണ്ട് തന്നെ വെക്കേഷൻ അല്ലേ, അതുകൊണ്ട് നല്ല തിരക്കേനും എല്ലായിടത്തും. അപ്പോൾ നമ്മളിതാ ഒരു ബോട്ടിൽ അരിനെല്ലിക്കയെല്ലാം വാങ്ങി വീട്ടിലേക്ക്, പിന്നെ കുറേ ആൾ തേനെല്ലിക്ക അങ്ങനത്തെ എല്ലാം വാങ്ങി. പിന്നെ ജലജ ബേക്കറി കയറിയിട്ട് ബന്ന് കഴിക്കാന്ന് വെച്ചിട്ട് അങ്ങനെ അവിടത്തേക്ക് പോയി നോക്കുമ്പോൾ അതും നമ്മൾ പെട്ടിട്ടുണ്ട്, അവിടുത്തെ ബന്നും കഴിഞ്ഞിട്ടുണ്ടായിന്. അങ്ങനെ പിന്നെ അതിൻ്റെ ബാക്കിലുള്ള പള്ളിയിൽ കയറി നമ്മളെല്ലാവരും നിസ്കാരമൊക്കെ കഴിഞ്ഞിട്ട് പിന്നെ നമ്മൾ നാട്ടിലേക്ക് വരുത്തായി. അങ്ങനെ വരുന്ന വഴിക്ക് ഇതാ ഒരു ഔട്ട്ലെറ്റിൽ കയറിയിട്ട് അവിടുന്ന് ചായപ്പൊടിയും വീട്ടിലേക്ക് കുറച്ച് ചായപ്പൊടിയും സാധനങ്ങളൊക്കെ വാങ്ങിയിട്ട് പിന്നെ നേരെ നാട്ടിലേക്ക് വിടാം. അങ്ങനെ നാട്ടിൽ നമ്മൾ ഇരിക്കൂർന്ന് ഫുഡ് കഴിക്കാമെന്ന് പറഞ്ഞിട്ട് അങ്ങനെ എല്ലാവരും വിടുവേത്. അപ്പോൾ ഇന്നത്തെ നമ്മളെ ദിവസം നന്നായിട്ട് കൊളായിട്ടുണ്ട്, നമുക്ക് എവിടെയും പോകാൻ പറ്റിയിട്ടില്ല, നമ്മളെല്ലാ പ്ലാനിങ്ങും പൊളിഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഇൻഷാ അല്ലാ നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, നിങ്ങളുടെ ഫ്രണ്ട്സിനെയും ഫാമിലീസിലൊക്കെ ഷെയർ ചെയ്ത് കൊടുക്കുക. അപ്പോൾ അടുത്ത വീഡിയോ ആയിട്ട് കാണുന്നവർ അസ്സലാമു അലൈക്കും, ബായ്.